സ്ത്രീകൾ നാവുകൊണ്ട് ചലിപ്പിച്ചാൽ വികാരം കൊള്ളുന്ന പുരുഷഭാഗം ഏതാണ്? ഓപ്ഷൻ എ വൃഷ്ണം, ഓപ്ഷൻ ബി ലിംഗം, ഓപ്ഷൻ സി പൊക്കിൾ, ഓപ്ഷൻ ഡി ചുണ്ട്. പുരുഷ ശരീരത്തിൽ നാഡീഞരമ്പുകൾ നെർവ് എൻഡിങ്സ് ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ സംവേദനക്ഷമതയുള്ളതുമായ സെൻസിറ്റീവ് ഭാഗമാണ് ലിംഗവും അതിന്റെ തലഭാഗവും. അതിനാൽ ഈ ഭാഗങ്ങൾ സ്പർശിക്കുന്നതും ചലിപ്പിക്കുന്നതും പെട്ടെന്ന് ലൈംഗിക ഉത്തേജനത്തിലേക്ക് നയിക്കും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി ലിംഗമാണ്. യോനീസ്രവം പുരുഷൻ കൂടുതൽ കുടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ലിംഗവളർച്ച കൂടും, ഓപ്ഷൻ ബി രോഗപ്രതിരോധശേഷി കൂടും, ഓപ്ഷൻ സി ഹാർട്ട് അറ്റാക്ക് വരും, ഓപ്ഷൻ ഡി കൂടുതൽ സെക്സ് ചെയ്യാൻ സാധിക്കും. യോനീസ്രവം പുരുഷൻ കൂടുതൽ കുടിച്ചാൽ എന്ത് സംഭവിക്കും? സാധാരണയായി ആരോഗ്യകരമായ യോനീസ്രവത്തിൽ ലാക്ടോബാസിലസ് പോലുള്ള ഉപകാരികളായ ബാക്ടീരിയകളും പ്രോട്ടീൻ, വിറ്റാമിനുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇത് ശരീരത്തിന് ദോഷകരമല്ല. എന്നാൽ പങ്കാളിക്ക് തടസ്സമില്ലാത്തതും അണുബാധകൾ ഇല്ലാത്തതുമായ അവസ്ഥയിലാണെങ്കിൽ മാത്രമേ ഇത് സുരക്ഷിതമാവുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി രോഗപ്രതിരോധശേഷി കൂട്ടും. യോനിക്കുള്ളിലെ മോശം സ്മെൽ, ദുർഗന്ധം ഇല്ലാതാക്കാൻ ഏത് നീരാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ എ വെളുത്തുള്ളി നീര്, ഓപ്ഷൻ ബി ചെറുനാരങ്ങ നീര്, ഓപ്ഷൻ സി തക്കാളി നീര്, ഓപ്ഷൻ ഡി നെല്ലിക്ക നീര്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയും സിട്രിക് ആസിഡും അണുബാധകളെ തടയാനും ശരീരത്തിലെ ദുർഗന്ധം മാറ്റാനും സഹായിക്കും. ഇത് കുടിക്കുന്നതിലൂടെയാണ് പ്രയോജനം ലഭിക്കുന്നത്. യോനിയിൽ നേരിട്ട് നാരങ്ങാനീര് പുരട്ടാൻ പാടില്ല, അത് അസ്വസ്ഥത ഉണ്ടാക്കാം. ഓർക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ചെറുനാരങ്ങ നീരാണ് ശരിയായ ഉത്തരം. സെക്സിന് ശേഷം ബീജം എത്ര ദിവസം യോനിക്കുള്ളിൽ ജീവനോടെ നിൽക്കും? ഓപ്ഷൻ എ 2 ദിവസം, ഓപ്ഷൻ ബി 5 ദിവസം, ഓപ്ഷൻ സി 4 ദിവസം, ഓപ്ഷൻ ഡി 1 ദിവസം. അനുയോജ്യമായ അന്തരീക്ഷത്തിലും യോനീസ്രവങ്ങളുടെ സാന്നിധ്യത്തിലും ബീജത്തിന് സ്ത്രീ ശരീരത്തിനുള്ളിൽ 3 മുതൽ 5 ദിവസം വരെ ജീവനോടെ ഇരിക്കാൻ കഴിയും. 5 ദിവസം വരെ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 5 ദിവസം വരെയാണ്. മദ്യപിച്ചതിനു ശേഷം ലൈംഗികതയിൽ ഏർപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ബീജം കുറയും, ഓപ്ഷൻ ബി ഉറക്കം വരും, ഓപ്ഷൻ സി ലൈംഗികശേഷി കുറയും, ഓപ്ഷൻ ഡി ലൈംഗികശേഷി കൂടും. മദ്യം തലച്ചോറിന്റെയും കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെയും പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. ഇത് പുരുഷന്മാരിൽ ലിംഗോധാരണ പ്രശ്നങ്ങൾക്കും സ്ത്രീകളിലും പുരുഷന്മാരിലും വികാരോത്തേജനം കുറയുന്നതിനും ഓർഗാസം ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനും കാരണമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി ലൈംഗികശേഷി കുറയും എന്നതാണ്. സ്തനങ്ങൾ വലിപ്പമുള്ള സ്ത്രീകൾക്ക് ലൈംഗിക താൽപര്യം എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ കൂടുതലായിരിക്കും, ഓപ്ഷൻ ബി കുറവായിരിക്കും, ഓപ്ഷൻ സി ഉണ്ടാവില്ല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സ്തനങ്ങളുടെ വലിപ്പം കൊഴുപ്പിന്റെ അളവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ലൈംഗിക താൽപര്യം ഹോർമോണുകൾ, മാനസികാവസ്ഥ, ശാരീരിക ആരോഗ്യം എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനാൽ സ്തനവലിപ്പവും ലൈംഗിക താൽപര്യവും തമ്മിൽ യാതൊരു ശാസ്ത്രീയ ബന്ധവുമില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. വിരൽ ഏത് സ്ത്രീഭാഗത്ത് തലോടുമ്പോഴാണ് വികാരം കൂടുന്നത്? ഓപ്ഷൻ എ ചുണ്ടിൽ, ഓപ്ഷൻ ബി സ്തനത്തിൽ, ഓപ്ഷൻ സി യോനിയിൽ, ഓപ്ഷൻ ഡി നിതംബത്തിൽ. യോനിയുടെ മുൻഭാഗത്തുള്ള ക്ലിറ്റോറിസ് 8000-ലധികം നാഡീഗ്രന്ഥികളുണ്ട്. സ്ത്രീ ശരീരത്തിൽ ലൈംഗിക സുഖം നൽകുന്നതിന് മാത്രം നിലകൊള്ളുന്ന ഭാഗമാണിത്. അതിനാൽ അവിടെ മൃദുവായി സ്പർശിക്കുന്നത് വികാരം വളരെ അധികം കൂട്ടുന്നു. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി യോനിയിൽ ആണ്. ഒരു സ്ത്രീ പങ്കാളിയുമായി ശാരീരിക ബന്ധം ആഗ്രഹിക്കുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഓപ്ഷൻ എ ചുണ്ടുകൾ കടിക്കുന്നു, ഓപ്ഷൻ ബി മുടിയിൽ തലോടുന്നു, ഓപ്ഷൻ സി കണ്ണിൽ നോക്കുന്നു, ഓപ്ഷൻ ഡി പങ്കാളിയെ സ്പർശിക്കുന്നു. സ്ത്രീകൾ ശാരീരികമായി അടുത്ത് പെരുമാറുന്നതും സ്പർശിക്കാനും ശ്രമിക്കുന്നത് അവരുടെ താൽപര്യത്തിന്റെ സൂചനയാണ്. കണ്ണു കോർക്കുന്നതും ചുണ്ടിൽ കടിച്ച് കാണിക്കുന്നതും മുടിയിൽ കൈയോടിക്കുന്നതുമെല്ലാം ലൈംഗിക താൽപര്യത്തെ സൂചിപ്പിക്കുന്ന ശരീരഭാഷകളാണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ, ബി, സി, ഡി എന്നിവയാണ്. ഒരു സ്ത്രീ രതിമൂർച്ചയിൽ എത്തി എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഓപ്ഷൻ എ ശ്വാസോച്ഛ്വാസം കൂടുന്നു, ഓപ്ഷൻ ബി അരക്കെട്ട് ഉയർന്നു താഴുന്നു, ഓപ്ഷൻ സി പങ്കാളിയെ മുറുകെ പുണരുന്നു, ഓപ്ഷൻ ഡി ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. രതിമൂർച്ച അനുഭവപ്പെടുമ്പോൾ സ്ത്രീകളിൽ
ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വേഗത്തിലാകും. യോനിപേശികൾ തനിയെ ചുരുങ്ങി വികസിക്കും. ശരീരത്തിന്റെ നിയന്ത്രണം കുറഞ്ഞ് ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും പങ്കാളിയെ മുറുകെ പിടിക്കുകയും ചെയ്യും. ഓർക്കുക. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ, ബി, സി, ഡി എന്നിവയാണ്. സ്ത്രീയോനിയിൽ ഇരുമ്പ് രുചി അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ ആർത്തവ സമയം, ഓപ്ഷൻ ബി കാമം കൂടുമ്പോൾ, ഓപ്ഷൻ സി കാമം കുറയുമ്പോൾ, ഓപ്ഷൻ ഡി രതിമൂർച്ഛയിൽ. രക്തത്തിൽ ഉയർന്ന അളവിൽ ഇരുമ്പിന്റെ സാന്നിധ്യമുണ്ട്. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം മൂലമാണ് ആ സമയത്ത് യോനിഭാഗത്ത് ഇരുമ്പിന്റെ രുചിയോ മണമോ അനുഭവപ്പെടുന്നത്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ ആർത്തവ സമയം ആണ്.